പുതിയ വീഡിയോയിലേക്ക് ഏറെക്കുറെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഇവൻറ്റിന് വന്നതാണ് ഞാൻ. ഇവൻറ്റിന് വന്നപ്പോൾ ആൾക്കൂട്ടം കൊണ്ട് നമുക്ക് നിൽക്കാൻ വയ്യ, ക്രൗഡ് കൊണ്ട് നിൽക്കാൻ വയ്യ. ക്രൗഡ് കൊണ്ട് സംഭവം നമുക്ക് പാളിപ്പോയിന്നല്ല, ക്രൗഡ് കൊണ്ടാണ് നമുക്ക് ഇത്രയും ക്രൗഡ് ഉണ്ടായാലും നമ്മളെ പരിപാടി നടക്കത്തിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളോട്, അതായത് ഈ നടക്കുന്ന ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൗഡ് കുറക്കണം മാക്സിമം. പക്ഷെ കുറക്കാൻ പറ്റില്ല, കാരണം ഫാൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ കുറക്കാൻ ഒരു മടിയുണ്ട്. സോ 3-2 ഒക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. റേസ് ട്രാക്കാണിത്. പക്ഷേ ഞാൻ റേസ് ട്രാക്കിൽ കൂടെ വന്നപ്പോൾ, അതായത് എനിക്ക് ഇക്കുള്ള പോകാനുള്ള, എനിക്കറിയാലോ എനിക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അപ്പോൾ എൻ്റെ വർക്കിംഗ് സ്പേസ് അവിടെയാണ്, വർക്കിംഗ് ഇവിടെയായിരുന്നു. അപ്പോൾ ഈ ഇവൻറ്റിനിങ്ങനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയാണ്. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയും ഷെയർ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇവൻറ്റിന് ഞാൻ ഇവൻറ്റിന് വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞില്ല, ഇവൻറ്റിന് ഞാൻ വന്നിട്ടുണ്ട്. സോ ഇവൻറ്റിന് ഞാൻ എൻ്റെ ആൾക്കൂട്ടം ക്രൗഡ് കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കും. സോ ക്രൗഡ് കൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പോവല്ല. സോ നമ്മളെ വണ്ടി ഇവിടെ ബസ് ആളുകളൊക്കെയുള്ള റേസ് വന്നിട്ടുള്ളത് എന്തായാലും കൊള്ളാം. നമ്മളെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഭാഗത്താണ് എനിക്ക് ഇന്ന് ഡ്യൂട്ടിയുള്ളത്. പോണ വഴിക്ക് എന്തായാലും ഒരു കാർ വാഷ് കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ കാർ വാഷ് ആംബുലൻസാ ഇവിടെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. നോക്കണോ? ഓക്കെ, കയറി നോക്കാം. പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു, പെട്രോൾ അടിച്ചിട്ട് പെട്രോൾ എടുക്കുന്ന നേരമാണ്. അത് വിചാരിക്കുക പെട്രോൾ അടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിങ്ങനെ എൻ്റെ കൂടെ പാർക്ക് ചെയ്യണം. നമുക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ ഇതാണ് വരുന്നത്. എന്തായാലും ഞാൻ ലൊക്കേഷൻ നോക്കുന്നില്ല, പോവാണ്. എന്തായാലും ഇവിടെ എൻ്റെ പരിപാടി നടക്കുന്ന കാരണം തന്നെയാണ് എനിക്കിന്ന് ഡ്യൂട്ടി കിട്ടിയത്. അല്ലെങ്കിൽ ഡ്യൂട്ടി ഇട്ടില്ലായിരുന്നു. ഡ്യൂട്ടി എന്താ വെച്ചാൽ നമുക്ക് ഈ വെറുതെ ഇവിടെ നടക്കുന്ന അനക്കെങ്ങനെയാണ് ഡ്യൂട്ടി നെയ്യും. സോ ഞാൻ പറയാം, ഞാൻ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഒരു സ്ഥലത്ത് ഞാനൊരു കുറച്ച് സ്ഥലം ഒരു 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കിൻ്റെ കാര്യത്തിൽ സാധനം എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഹോസ്പിറ്റൽ ഈ ഒരു ഭാഗത്തേക്ക്. ഇതൊരു എയർപോർട്ട് ഏരിയ ആണെങ്കിലും ഞാൻ കയറുന്നത് ഈ റൂട്ടിലാണ്. സോ ഞാൻ എന്തായാലും ഇങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലൊക്കേഷനിൽ എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് ഇവിടെയാണ് ഗൈസ്. സോ ഈ ഒരു ഏരിയയിലാണ്, ഈ ഒരു ഏരിയയിലായിരുന്നു. സോ ഇന്നത്തെ വർക്കും കഴിഞ്ഞ് നമുക്ക് പോകുമ്പോൾ എന്തായാലും ഞാൻ പോകും. ഇന്നത്തെ വർക്ക് ഇവിടെയാണ് ഗൈസ്. ഇതൊരു പെട്രോൾ പമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്രോൾ പമ്പിലാണ് ഇന്നത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ നിൽക്കുവാണ് ഗൈസ്. നമ്മളാളെ വെയിറ്റ് ചെയ്യാണ്. നമ്മളെ കുട്ടപ്പനെയും കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. വണ്ടി എന്തായാലും ഡാമേജ് ആയിട്ടുണ്ട്. ഇതെടുത്തിട്ട് എനിക്ക് ഇനി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. എന്തായാലും ഞാൻ വണ്ടി മാറ്റും. എന്തായാലും ഗൈസ് നമുക്കിനി തിരിച്ച് പോകേണ്ട ടൈമായിട്ടുണ്ട്. ഇനി നിന്നാൽ പറ്റത്തില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്. ഞാൻ അവരോട് ആദ്യം പറഞ്ഞതാണ് എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ ഡ്യൂട്ടി കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ കുറേ തവണ പറഞ്ഞതാണ്.
ഇന്ന് എനിക്ക് ഇവിടെയാണ് തിരിച്ചിങ്ങോട്ടാണ് പോകാനുള്ളത്. പോകാനുള്ള ഡ്യൂട്ടി എനിക്ക് പിന്നെ അടുത്ത ഡ്യൂട്ടി വരുന്നത് ഫുള്ളി ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ്. സോ ഒറ്റ കുട്ടിയല്ല ഹൈവേയിലൊന്നും. അപ്പം ഞാൻ ഇങ്ങോട്ടാണ് വരേണ്ടത് ഗൈസ്. ഓക്കെ, ലൊക്കേഷൻ മാർക്ക് ചെയ്തോന്ന് ചോദിച്ചാൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കേസ് അങ്ങനെ ലൊക്കേഷൻ അനുസരിച്ച് പോവാം. സോ അത് ഞാൻ പുറത്തിറങ്ങട്ടെ, എന്നിട്ട് ബാക്കി കാര്യം. സോ കുറച്ചധികം ലെങ്ത് ഉണ്ടാവും വീഡിയോ. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് അടിക്കാൻ ഒന്നും മറക്കണ്ട ഗൈസ്. ഓക്കെ, ലെങ്ത്തിനനുസരിച്ച് വീഡിയോ പോകും. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തൊന്നും വരില്ല, കാരണം അത്രക്കും ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പോവാണ്. വീണ്ടും ആൾക്കൂട്ടത്തിലായിട്ടാണ് പോകുന്നത്. റൂട്ട് കഴിഞ്ഞ് പോവാണ്. വണ്ടി ഡാമേജ് ആയതുകൊണ്ട് തന്നെ റിപ്പയർ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. റിപ്പയർ സ്റ്റേഷനിലേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ അങ്ങനെയായിട്ട് പോകാൻ പറ്റില്ല. കയ്യിൽ കുറച്ച് പൈസ വേണമല്ലോ. അപ്പോൾ ടിങ്കർ പൈസ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നടക്കുമെന്നല്ല. എന്നാലും സോ തിരിക്കണം. തിരിച്ചില്ലെങ്കിൽ കാരണം എനിക്ക് പോകാനുള്ള ഡ്യൂട്ടി ഇവിടെ അല്ല. മാപ്പ് എപ്പോഴും ഞാൻ തെറ്റും. ഗൂഗിൾ മാപ്പ് ഇട്ടാലും ഞാൻ തെറ്റും. കാരണം എന്ന് വെച്ചാൽ അതിന് മാത്രം പോകുന്നുണ്ട്. ഈ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ടാലും ഞാൻ തെറ്റാണ്. ഗൂഗിൾ മാപ്പ് ഇട്ടാലും ഞാൻ തെറ്റും. ഗൂഗിൾ മാപ്പ് ഇട്ടാലും തെറ്റുന്നതിന് പ്രധാന കാരണം ഞാൻ തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ ഗൂഗിൾ മാപ്പ് അധികം നോക്കത്തില്ല, നോക്കാതെ പോകുന്നു. ഇവിടെ അങ്ങനെ വണ്ടി എടുത്തില്ല. പക്ഷേ പോകുന്ന ഇടം ഇച്ചിരി പെശകാണ്. വണ്ടിയുടെ ടയറിന് ചെറിയൊരു ഇഷ്യൂസും വേണം. എടുത്തിട്ട് പറപ്പ് വണ്ടി. അയ്യോ, ഡാമേജ് എന്താവുന്നുണ്ട്. വണ്ടി ക്ലീൻ ആണോന്ന് ചോദിച്ചാൽ വണ്ടി ക്ലീൻ ആയിട്ട് വരത്തില്ല. വണ്ടിക്ക് എന്തോ ഒരു പ്രോബ്ലമാണ്. ടയറിന് നല്ല ഇഷ്യൂ ഉണ്ട്. ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ഈ വണ്ടിൻ്റെ ടയർ മാറ്റണം. അതുപോലെ ഈ വണ്ടി എടുത്ത് ഇനി ഓടിക്കാനേ പറ്റില്ല. BM എടുത്ത് എന്തെങ്കിലും എന്തുണ്ടെങ്കിലും പോകുന്നുണ്ട്. അല്ലാതെ എടുത്തിട്ട് BM എടുക്കാൻ നമുക്ക് നല്ല ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ടയർ സ്ലിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വണ്ടിക്ക് ഒന്ന് ഗ്യാരേജിലേക്ക് നന്നാക്കാം. വണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് എങ്ങനെ പോകുന്നുണ്ടോ ആൾക്കാർ പിടിച്ചിട്ടുണ്ട്. തട്ടലും മുട്ടലും പറഞ്ഞാൽ ചെറിയ തട്ടലും ഇപ്പം എല്ലാം തട്ടുന്നുണ്ട്, ചെറുതായിട്ടും നല്ല തട്ടുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല പറയാം. സോ അയ്യോ സാരിയാ പൊട്ടെ
കൊടുത്തിട്ട് കയറി വന്നില്ല. ഡെസേർട്ട് പോലെയുണ്ടായി. ഡെസേർട്ടിലെത്തി നമ്മൾ. ഇത് ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. ഡെസേർട്ടിലുള്ള റോഡാണ്. അപ്പോൾ ട്രിപ്പിന് വന്നതാണെന്ന് ചോദിച്ചാൽ ട്രിപ്പിന് വന്നതാണ്. ഡെസേർട്ടിലാണ് പോകുന്നത്. ഞാൻ നമ്മളെ വണ്ടി ഡെസേർട്ടിൽ അങ്ങനെ പോകില്ല. ഡെസേർട്ടിൽ ഡാറും നമ്മളവിടുത്തെ ഡാറും നല്ല വ്യത്യാസമുണ്ട്. ഈ ഒരു ഡാറ് ഇത് മണ്ണിൽ പോകണമെങ്കിൽ ഓഫ് റോഡുള്ള വണ്ടി തന്നെ ധാരാളം. അല്ലാതെ നമുക്ക് പറ്റത്തില്ല. വേണ്ട ഫുൾ ചെറിയ റോഡായിരിക്കും. കണ്ടും പോകണം ഗൈസ്. BMR ട്രിപ്പ് പോകാന്ന് വെച്ചാൽ അതൊരു ട്രിപ്പായിട്ട് പോകുന്നതല്ല. ഞാൻ ഡെസേർട്ടിലെത്തിയപ്പോൾ ഓക്കെ ട്രിപ്പാക്കി കൂടാ എന്ന് ചോദിച്ചു. വണ്ടി മറക്കുന്നുണ്ട്. ഡെസേർട്ടിലെത്തിയപ്പോൾ രസമുണ്ട്. അടിപൊളി റിസോർട്ട് എന്തെങ്കിലും എടുത്തുകൊണ്ട് പാർക്ക് ചെയ്യണം. ഇവിടെ റൂം കിട്ടത്തില്ല. അതാണ് വെച്ചു. റൂം കിട്ടാൻ പണിയാണ്. എന്നാൽ പറഞ്ഞേട്ടെ ഞാൻ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വിളിച്ചു. എൻ്റെ വണ്ടി ചെയ്യാം. അപ്പോൾ ഡെസേർട്ടിൽ നല്ല രീതിക്ക് ഡെസേർട്ട് പോലത്തെ മഞ്ഞല്ല, മരുഭൂമിയാണ്. ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ തന്നെ കാണിക്കുന്നത് ഇവിടേക്കാണ്. സോ നമ്മൾക്ക് ലൊക്കേഷൻ ഇട്ടതും കണ്ടായതുകൊണ്ടാണ്. അതെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പെട്രോൾ പമ്പാണ്. പെട്രോൾ പമ്പ് ഉണ്ടായാൽ രാത്രി ഒന്ന് തങ്ങാൻ അത് മതിയാവും. ഓക്കെ, രാത്രി തങ്ങാൻ അത് മതി. അപ്പം അതിനാണ് ഞാൻ പെട്രോൾ പമ്പ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു പെട്രോൾ പമ്പിൽ അടുത്തൊരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അതിന് സോ എന്തായാലും ഞാൻ വണ്ടി ഒന്ന് ഒതുക്കിയിട്ടെ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് കയറിയിട്ട് വല്ല സാധനം വാങ്ങി അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ ഡെസേർട്ടിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. സോ എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.